പ്ലസ് ടു വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ പ്ലസ് 1 വിദ്യാർത്ഥിക്ക് സാരമായ പരിക്ക്. തിയാലിങ്ങൽ SSM ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് 1 വിദ്യാർത്ഥിയും കൊടിഞ്ഞി കൊടുവാളൂർ മങ്കട അബ്ദുൾ റഷീദിന്റെ മകനുമായ മുഹമ്മദ് സിനാനെയാണ് പരിക്കുകളോടെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം. അടിത്തറയുള്ള ബന്ധങ്ങൾക്ക് ഉറപ്പുള്ള വിശ്വാസം. കൂളത്ത് ടൈൽസ്, മാർബിൾസ്, സാനിറ്ററി വെയർ ആൻഡ് CP ഫിറ്റിംഗ്സ്. തെയ്യാലിങ്ങൽ SSM ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് 1 വിദ്യാർത്ഥിയും കൊടിഞ്ഞി കടുവാളൂർ മങ്കട അബ്ദുൾ റഷീദിന്റെ മകനുമായ മുഹമ്മദ് സിനാനെയാണ് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റ പരിക്കുകളോടെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ഇതേ വിദ്യാർത്ഥികൾ തന്നെ സ്ഥിരമായി റാഗ് ചെയ്യാറുണ്ടെന്നും ബുധനാഴ്ച റാഗ് ചെയ്യാനുള്ള ശ്രമത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചെങ്കിലും പിടിച്ചു തള്ളി താഴെയിട്ട മാരകമായ ആയുധം പോലുള്ള സാധനം കൊണ്ട് ഇടിക്കുകയായിരുന്നുവെന്ന് സിനാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വരാന്തി നിൽക്കുന്നതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഇങ്ങനെ ഇതാക്കലുണ്ട്. ക്ലാസ് കയറടാ, റാഗിങ് രീതിയിൽ അങ്ങനെ പറയും, ക്ലാസ് കയറടാ. അപ്പോഴൊക്കെ കയറലുണ്ട്. അപ്പോൾ ഇന്നലെ ഞാനിങ്ങനെ ഇവർ പറഞ്ഞപ്പോൾ കയറിയില്ല. അപ്പോൾ ഇവർ പോയി. ഞാൻ എന്നിട്ട് കുറച്ച് നേരം, അപ്പോൾ ആരുമില്ല, ക്ലാസ്സിൽ ആരുമില്ല. എന്നിട്ട് പിന്നെ ഇവർ വന്ന് തിരിച്ചു വന്ന് ഇവർ എന്നെ ഒന്ന് ഇതാക്കി ഉന്തിട്ട് ഒന്ന് നല്ല ഉന്തി. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു ഉന്ത്. അങ്ങനെ ഉന്തി പിന്നെ കയ്യിലെന്തോ ഉണ്ടേനി, എന്തൊക്കെ സാധനം ഉണ്ട്. അത് പിന്നെ ഒരു 3-4 ആൾക്കാരുണ്ടായതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല. അവർ അടിച്ചിന് എല്ലാവരും കൂടി ചേർന്നിട്ട്. ചോര ഒന്ന് കൂടുതലുള്ള ചങ്ങായിമാരൊന്ന് കഴുകി തന്ന് അങ്ങനെ ഒന്ന് ഇതായി. കൊടിഞ്ഞി തിരുത്തി നന്നമ്പ്ര പ്രദേശത്തുള്ള കണ്ടാലറിയാവുന്ന വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചതെന്നും സിനാൻ പറഞ്ഞു. 4 പിന്നടിച്ച് പിന്നെ ഇവിടെ വീട്ടുണ്ട്. സ്ഥിരം ഇവർ ഇങ്ങനെ ഉണ്ടാവലുണ്ട്. 3-4 സാർമാരെങ്ങനെ പറഞ്ഞു, 3-4 ഇതിൽ പൊടിച്ചിക്കണ്. എന്നിട്ടൊന്നും സ്കൂളിലൊന്നും പറഞ്ഞില്ല, ഒന്നും ചെയ്യണില്ല. ഇവരിങ്ങനെ ഒന്ന് ഇതാവും, വലിയ ആളെ പോലെ നടക്കല്. അത് എനിക്ക് കാണാൻ പറ്റില്ല. ഇവർ 3-4 ആൾക്കാരുണ്ട്. ഇവർ മുതരാൻ എന്താണെന്ന് അറിയില്ല. 3-4 ആളുണ്ട് എന്തായാലും. അപ്പം എനിക്കൊന്നും ശരിക്കും കാണാൻ പറ്റില്ല. സംഭവത്തിൽ സ്കൂൾ അധികൃതർ നിസ്സംഗ നിലപാടാണ് സ്വീകരിച്ചുള്ളതെന്നും ആരോപണമുണ്ട്. വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കില്ലെന്നാണ് അധ്യാപകരുടെ നിലപാട്. സിനാനെ മർദ്ദിച്ച വിദ്യാർത്ഥികൾ സ്കൂളിൽ സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും പലതവണ ഇവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരുന്നതായും വിദ്യാർത്ഥികൾ പറഞ്ഞു. സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് സിനാന്റെ രക്ഷിതാക്കളുടെ തീരുമാനം. കേരള വിഷൻ, ചെമ്മാട്.